പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല ഞായറാഴ്ച ഉയർപ്പിൻ്റെ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോ ദിവസവും കാത്ത് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാത ചിന്തയ്ക്കായി 103-ാം സങ്കീർത്തനം നമ്മൾക്ക് അല്പസമയം ചിന്തിക്കാം. അതിനായി സമയം വേർതിരിക്കുന്നു. 103-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇസ്രായേലിന്റെ മധുര ഗായകനായിരിക്കുന്ന ദാവീദ് രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ സർവ്വ അന്തരംഗമേ എന്ന് പറയുമ്പോൾ മുഴുവള്ളമേ എന്നാണ്. അന്തരംഗം എന്നുള്ളത് അകത്തുള്ളതാണ്, അകത്തുള്ളത്. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ഒത്തുചേരുന്നതാണ് മനുഷ്യന്റെ ശരീരം. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദേഹം, ദേഹി, ആത്മാവിനെ സങ്കീർത്തനക്കാരൻ നന്ദി കരേറ്റുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതകരമായി പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ എത്രത്തോളം സ്തുതികൾ അർപ്പിച്ചാലും നമ്മൾക്ക് മതി വരികയില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ മുഴുവുള്ളവും നമ്മുടെ ഹൃദയം ഈ പ്രഭാതത്തിൽ ദൈവത്തിങ്കിലേക്ക് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മറക്കരുത്. മറവി എന്നത് പിശാചിന്റെ പ്രവർത്തനമാണ്. ദൈവം നമ്മെ പരിപാലിച്ച, വഴി നടത്തിയ വിധങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവത്തെ മറന്നുപോകുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്താണ്? ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി കരേറ്റണം. ദൈവം നൽകിയ ഉപകാരങ്ങൾക്ക് നന്ദി കരേറ്റണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു തന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭായോഗങ്ങളും സഭാ പ്രവർത്തനങ്ങളും നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. കാരണം ദൈവം നമ്മെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത വിധങ്ങളെ ഓർത്ത് നമ്മൾ ഇവിടെ നന്ദി കരയേറ്റേണ്ടത് ആവശ്യമാണ്. അപ്പൊ മറവി സാത്താൻ, പിശാച് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ദാവീദ് പറയുന്നു മറക്കരുതെന്ന് ദാവീദ് പറയുകയാണ്. അപ്പൊ ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മെ താങ്ങി പരിപാലിച്ച ആ ദൈവത്തിന് നാം ഇന്ന് പ്രഭാതത്തിൽ നന്ദി കരയേറ്റേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരം നമ്മൾക്കറിയാം 5 ഘടകമാണ്. 1 ആഹാരത്തിന്റെ ഘടകം, നാവ്. 2 കാഴ്ച. 3 നമ്മുടെ കാതുകൾ, ചെവി. 4 നരമ്പ്. 5 ശ്വാസം. ഈ 5 ഘടകങ്ങളാണ് എന്താണ് മനുഷ്യ ശരീരം. ദൈവത്തിന് സ്വതന്ത്രം. 1 നമ്മൾക്കറിയാം എരിവ്, രുചി. ഇതൊക്കെ രുചിച്ചറിയണമെങ്കിൽ നമ്മുടെ നാവ് പ്രവർത്തിക്കണം. മനുഷ്യന്റെ നാവിന്, നമ്മുടെ നാവിന് 30,000 സെല്ലുകളാണ് നമ്മുടെ നാവിനുള്ളത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. 30,000 സെല്ലുകൾ നമ്മുടെ നാവിനെ പ്രവർത്തിപ്പിക്കുന്നു. അവിടെ 2 കാഴ്ച ഘടകം. 1 വർഷം മുഴുവൻ നമ്മെ കാഴ്ച നൽകി നമ്മെ പരിപാലിച്ച ആ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ നന്ദി കരയേറ്റുന്നവരായിരിക്കണം. നമ്മുടെ കാതുകൾ എത്രത്തോളം വേണമെങ്കിലും നമ്മുടെ ചെവിക്ക് റെസ്റ്റില്ല. കാരണം ഒരു നായി കുരയ്ക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അത് ആ കുരയ്ക്കുന്നത് അല്ലെങ്കിൽ ആ ശബ്ദിക്കുന്നത് ഒരു നായാണ് എന്ന്. 20,000 സെല്ലുകളാണ് നമ്മുടെ ചെവിക്കുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നൽകിയ ഉപകാരങ്ങൾക്ക് വേണ്ടി
നമ്മൾ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും തയ്യാറാകണം. എല്ലാവരുടെയും ശബ്ദവും നമ്മുടെ ഭാര്യയുടെ സൗണ്ടും ഒന്നായി തോന്നുമോ? ഇല്ല. ഇതെല്ലാം ഓരോ സെല്ലുകളാണ് തിരിച്ചറിയിക്കുന്നത്. ലോകകാര്യങ്ങൾ കേൾക്കുവാൻ നമ്മൾക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകണമെന്നുള്ളതാണ്. നമുക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ദൗത്യം എന്താണ്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ദാവീദിനോട് ചേർന്ന് അവൻ ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാൻ, അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെപ്പോഴും അതേ സന്നദ്ധരായിരിക്കണമെന്നാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് അതേ തീരുമാനങ്ങളെ പുതുക്കി മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ വേണ്ടി ജീവിക്കുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ ഒരു നല്ല തീരുമാനത്തോടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.